മിനർവ അക്കാദമിയിൽ 3-ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ ലാബ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, കാർഡിയാക് കെയർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ (CSSD), റേഡിയോളജി ടെക്നോളജി, ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സുകളും ആരംഭിക്കുന്നു. മിനർവ അക്കാദമി. കോൺടാക്ട് നമ്പർ 9995373833 അല്ലെങ്കിൽ 9895841933. മിനർവ അക്കാദമി, സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ്. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. എങ്കക്കാട് പൊതുശ്മശാനം കോൺഗ്രസ് നേതാക്കൾ സന്ദർശിച്ചു. UDF പഞ്ചായത്ത് ഭരണകാലത്ത് ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച പൊതുശ്മശാനമാണ് കാടുകയറിയും മാലിന്യം തള്ളിയും നശിക്കുന്നത്. UDF ഭരണസമിതിയുടെ കാലത്ത് 46 ലക്ഷം രൂപ ചെലവിട്ട് ആധുനിക രീതിയിൽ നിർമ്മിച്ച ഗ്യാസ് ക്രിമിറ്റോറിയമാണ് തകർന്ന് തരിപ്പണമാവുന്നത്. കഴിഞ്ഞ UDF സംസ്ഥാന സർക്കാരിന്റെ 20 ലക്ഷം രൂപയും ജില്ലാ പഞ്ചായത്തിന്റെ 8 ലക്ഷം രൂപയും വടക്കാഞ്ചേരി പഞ്ചായത്ത് 18 ലക്ഷം രൂപയുമായി മൊത്തം 46 ലക്ഷം രൂപ ചെലവിട്ടാണ് കഴിഞ്ഞ UDF പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സിന്ധു സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി നിർമ്മാണം പൂർത്തീകരിച്ചത്. അന്ന് ശ്മശാനത്തിന്റെ നിർമ്മാണ ചുമതല പൂർണ്ണമായും കോസ്റ്റ് ഫെഡിനെ ഏൽപ്പിക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് പഞ്ചായത്തുകൾ കൂട്ടിച്ചേർത്ത് നഗരസഭയാക്കുകയും തെരഞ്ഞെടുപ്പിൽ LDF അധികാരത്തിലെത്തുകയും ചെയ്തതോടെ UDFന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച നിർമ്മാണമായതിനാൽ എന്ന ഒറ്റ കാരണത്താൽ പിന്നീട് അതിനെക്കുറിച്ച് നഗരസഭ LDF ഭരണസമിതി അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ കുറ്റപ്പെടുത്തി. നഗരസഭയുടെ നേതൃത്വത്തിൽ 5 ലക്ഷം രൂപ ചെലവഴിച്ച് ശ്മശാനത്തിലേക്കുള്ള വഴി ടൈൽസ് വിരിച്ച് വൃത്തിയാക്കിയെങ്കിലും പിന്നീട് അത് പൊളിച്ചു നീക്കുകയും ചെയ്തു. നഗരസഭയിലെ പാവപ്പെട്ട ജനങ്ങൾ മരണപ്പെടുമ്പോൾ മൃതദേഹം ദൂരെ സ്ഥലങ്ങളിൽ കൊണ്ടുപോകാതെ ഓട്ടുപാറ വാഴാനി റോഡിലുള്ള എങ്കക്കാട് പൊതു ശ്മശാനത്തിലെത്തിച്ച് ചുരുങ്ങിയ നിരക്കിൽ ഗ്യാസ് ക്രിമിറ്റോറിയത്തിൽ സംസ്കരിക്കാനാണ് പദ്ധതി നടപ്പിലാക്കിയത്. വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇതുവരെ ശ്മശാനത്തിൽ മെഷീനറികൾ കൊണ്ടുവന്ന് ശ്മശാനത്തിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ നഗരസഭാ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. ശ്മശാനം പ്രവർത്തിക്കുന്നതിന് പകരം നഗരസഭയിലെ 41 ഡിവിഷനുകളിൽ നിന്നും ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യം മുഴുവൻ പൊതു ശ്മശാനത്തിലാണ് സ്റ്റോക്ക് ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ പരാതികൾ നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും ഉടൻ അധികൃതർ ഇടപെട്ട് മാലിന്യം നീക്കം ചെയ്യുകയും ശ്മശാനത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്നും നേതാക്കൾ അറിയിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ്, നഗരസഭാ പ്രതിപക്ഷ ഉപനേതാവ് SA ആസാദ്, കേരള പ്രദേശ് കോൺഗ്രസ് സേവാദൾ ജില്ലാ ജനറൽ സെക്രട്ടറി ജോണി ചിറ്റിലപ്പള്ളി, പ്രവാസി കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഗോപാലകൃഷ്ണൻ നന്ദിലത്ത്, KK അബൂബക്കർ, നേതാക്കളായ ജയൻമംഗലം, PS രാധാകൃഷ്ണൻ തുടങ്ങിയവരാണ് ശ്മശാനം സന്ദർശിച്ചത്. അപ്പോൾ ഞങ്ങളിവിടെ നിൽക്കുന്നത് വടക്കാഞ്ചേരി നഗരസഭയുടെ അധീനത്തിലുള്ള പൊതു ശ്മശാന സ്ഥലത്താണ് ഈ സംഘം സ്ഥലം സന്ദർശിക്കാൻ വന്നത്. 2010-15 കാലഘട്ടത്തിൽ UDFൻ്റെ പഞ്ചായത്തായിരിക്കുന്ന സമയത്ത് ശ്രീമതി സിന്ധു സുബ്രഹ്മണ്യൻ നേതൃത്വം നൽകിയ ഗ്യാസ് ക്രിമിറ്റോറിയം എന്ന ഒരു പദ്ധതിക്ക് രൂപം കൊടുക്കുകയും ആ രൂപം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ ത്രിതല സംവിധാനമായത് പഞ്ചായത്ത് ആയിരുന്നു. ത്രിതല സംവിധാനത്തിൻ്റെ ഭാഗമായി ജില്ലാ പഞ്ചായത്തിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും സ്ഥലം പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തിൽ നിന്നും കിട്ടിയ 50 ലക്ഷം രൂപയോളം ചെലവിട്ടിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ എങ്കക്കാട് ശ്മശാനത്തിൽ മാലിന്യങ്ങൾ കൂട്ടി നിറച്ചിരിക്കുന്നത്. നഗരസഭയുടെ സ്വന്തം മാലിന്യങ്ങൾ കൂട്ടി നിറച്ചിരിക്കുന്നത്. ഇത് പാവപ്പെട്ട ആളുകൾ മരണപ്പെടുമ്പോൾ ഈ പഞ്ചായത്ത് അതിർത്തിയിൽ മാത്രമല്ല തൊട്ടടുത്ത പഞ്ചായത്തുകളാണെങ്കിലും പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരു ആശ്രയ കേന്ദ്രമാവുന്ന അവരുടെ ശവം സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സ്ഥലമായി ആധുനിക രീതിയിൽ മോഡിഫിക്കേഷൻ ചെയ്ത ആധുനിക രീതിയിൽ പരിസരവാസികൾക്കൊന്നും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഉണ്ടാക്കിയ ഈ പദ്ധതിയെ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. 2010-15 UDF ആണെങ്കിൽ 15-20 നഗരസഭയായതിനു ശേഷം മുണ്ടത്തിക്കോട് പഞ്ചായത്തിനെയും വടക്കാഞ്ചേരി പഞ്ചായത്തിനെയും നഗരസഭയാക്കിയതിന് ശേഷം ആ നഗരസഭയുടെ ഉത്തരവാദിത്തമുള്ളവർ ഇതിനോട് അവഗണനയാണ് കാണിച്ചത്. അതാണിപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്. 10 വർഷക്കാലമായിട്ട് ഈ പൊതു ശ്മശാനത്തിന് വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിച്ച് വഴിയിൽ കിടക്കുന്ന ഈ സംവിധാനത്തെ ഏറ്റവും നല്ല രീതിയിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതിന് പകരം അതിനെ അട്ടിമറിക്കുന്നതിൻ്റെ വേറൊരു ഉദാഹരണമാണ് ഇവിടുത്തെ മാലിന്യങ്ങളുടെ പ്ലാസ്റ്റിക് ശേഖരണം ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത്. ഈ കുന്നായി കിടക്കുന്ന ഈ സ്റ്റോക്ക് ആ ആധുനിക രീതിയിൽ ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞ ഗ്യാസിൻ്റെ ഒരു കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്യാൻ. അപ്പോൾ അതും ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ അതിനൊരു മാലിന്യ കുമ്പാരമാക്കി. കാരണം കേരളത്തിലെ ഏറ്റവും നല്ല രീതിയിൽ
പ്രവർത്തിക്കുന്ന ഒരു മാലിന്യമാണെന്നാണ് ഈ ഭരണകക്ഷികൾ പറയുന്നത്. കേരളത്തിൽ ഇവിടെ മാത്രമല്ല, എല്ലാ സ്ഥലത്തും ഇപ്പോൾ നമ്മൾ സന്ദർശിക്കുന്ന പല സ്ഥലങ്ങളിലും മാലിന്യമായാലും കുപ്പികൾ സൂക്ഷിക്കുന്നതിനായാലും മറ്റ് ഇലകളെ കമ്പോസിറ്റ് ചെയ്യുന്ന ഇത് വാങ്ങുന്നതിനാണെങ്കിലും ഒക്കെ തന്നെ എല്ലാ പഞ്ചായത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലും മറ്റ് നഗരസഭകളിലൊക്കെ ഉണ്ട്. ഈ അവഗണനയ്ക്കെതിരെയുള്ള ഒരു പ്രത്യക്ഷ സമരപരിപാടികളിലേക്ക് നീങ്ങുന്നതിൻ്റെ ഭാഗമായാണ് ഞങ്ങളിതിനെ ജനങ്ങളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ, ഇവിടുത്തെ ജനങ്ങൾ, ഇവിടുത്തെ പരിസരവാസികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥലം ഇന്ന് കോൺഗ്രസ് പാർട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ജയ്ദീപ് അടക്കമുള്ള ഈ സംഘം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് കാണുമ്പോൾ വളരെ മനസ്സിലായി ഇതിനെ അവഗണിക്കുന്നു എന്നുള്ളത് വളരെ തീർച്ചയായും ഒരു യാഥാർത്ഥ്യമാണ്. ഈ അവഗണനയ്ക്കെതിരെയുള്ള ഒരു പ്രതിഷേധം അടുത്ത് വരാൻ പോവുകയാണ്. ഉടനടി നഗരസഭയുടെ ഭാഗത്തുനിന്ന് കണ്ണു തുറന്നില്ലെങ്കിൽ, ഇതിവിടെ നിന്ന് മാറ്റിയില്ലെങ്കിൽ മാറ്റിക്കുന്നതിന് വേണ്ട നടപടികളുമായി കോൺഗ്രസ് പാർട്ടി വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മുന്നോട്ട് പോകുമെന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.